ചെറിയ കുട്ടികൾ ക്യൂരിയോസിറ്റി കൊണ്ട് ബീഡ്സോ അല്ലെങ്കിൽ സീഡ്സോ അല്ലെങ്കിൽ ഇറേസറിൻ്റെ പീസോ പേപ്പറിൻ്റെ പീസോ ബട്ടൺ ബാറ്റോ മാഗ്നറ്റോ ഒക്കെ മൂക്കിൻ്റെ ഉള്ളിൽ ഇട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇത് നമ്മൾ കാണാതെ ഇരിക്കുന്ന സമയത്ത് ഇതെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംറ്റംസ് ആയിട്ട് കോമൺ ആയിട്ട് കാണുന്നത് എന്താ, ഒരു വൺ സൈഡഡ് ഒരു ബാഡ് സ്മെല്ല് വരുന്ന ഒരു ഡിസ്ചാർജ് ഒരു സൈഡ് ഓഫ് മൂക്കുന്ന്, അതേപോലെ മൂക്കടപ്പോ അല്ലെങ്കിൽ നോസ് പിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് മൂക്കുന്ന ഒരു ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഫോറിൻ ബോഡി ഇട്ടതുകൊണ്ടാവാം. ഒരു വൺ സൈഡഡ് ബാഡ് സ്മെൽ ഡിസ്ചാർജ് ഒരു ടിപ്പിക്കൽ ഓഫ് ഫോറിൻ ബോഡി ആണ്. അതേപോലെ തന്നെ ഇനി നമുക്കത് കാണുന്നുണ്ട് വിചാരിച്ചു, എന്നാൽ ഹെയർ പിന്നോ ട്വീസറോ അങ്ങനത്തെ ഒരു വസ്തുക്കൾ ഉപയോഗിച്ച് അതെടുക്കാൻ ശ്രമിക്കരുത്. അതൊന്നും കൂടി ഉള്ളിലോട്ട് തള്ളിപ്പോവുക അല്ലെങ്കിൽ അവിടെ ഒരു ഇഞ്ചറി ട്രോമ ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്തൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇനി ഇതിൽ ബട്ടൺ ബാറ്ററിയോ മാഗ്നറ്റോ എങ്ങാനും ആണെങ്കിൽ അതൊരു ഹൈ ലെവൽ എമർജൻസി തന്നെയാണ്. അത് ഇമീഡിയറ്റ്ലി കാണിച്ചില്ലെങ്കിൽ അത് ആ മൂക്കിൻ്റെ ടിഷ്യൂവിനെ വളരെയധികം ഡാമേജ് വരുത്താൻ സാധ്യതയുള്ളൊരു സാധനങ്ങളാണ്. സോ ഇങ്ങനെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അതൊന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ്.